രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുന്നു. പ്രിയങ്ക ഗാന്ധി വയനാട് ചുരം കയറുന്നു. ആദ്യമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുന്നു. കെ മുരളീധരൻ പറഞ്ഞതുപോലെ ലോക്സഭയിലും ജയിച്ചാൽ ലോക്സഭയിലും അതേപോലെ പ്രതിപക്ഷ മുന്നണിയിലും ഇതൊരു കരുത്തുണ്ടാക്കും എന്ന് പറയുമ്പോൾ വിജയകുമാറിൻ്റെ പ്രതികരണം കൂടി നമുക്കൊപ്പം വരുന്നു. വിജയകുമാർ, എന്തൊക്കെയാണ് പറയാൻ കഴിയുന്നത്? പറയൂ. ഇതാദ്യമായി പ്രിയങ്ക ഗാന്ധി ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് കടക്കുന്നു എന്നതാണ് ഈ തീരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലൊക്കെ സജീവമാണ്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി ആ ഘട്ടത്തിലൊക്കെ പല മണ്ഡലങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് അമേഠി, റായ്ബറേലി അല്ലെങ്കിൽ സൗത്തിലെ തെക്കേ ഇന്ത്യയിൽ നിന്ന് പല മണ്ഡലങ്ങളിലും പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത്തവണ വാരണസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഘടകം ശക്തിയുക്തം ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അന്നൊന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകാം, മത്സരത്തിനില്ല എന്നതായിരുന്നു പ്രിയങ്കയുടെ നിലപാട്. ഇതാദ്യമായി പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. അത് വയനാട് ആ മണ്ഡലം തെരഞ്ഞെടുക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം എന്ന് തന്നെ നമുക്കതിനെ പറയാം. കാരണം രണ്ട് തരത്തിൽ അതിനെ കാണാം. ഒന്ന്, പ്രിയങ്ക ഗാന്ധി ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വരുന്നു. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി വയനാടിനെ വഞ്ചിച്ചു എന്ന് പറയാൻ വെമ്പി നിൽക്കുന്ന CPM-നും BJP-ക്കും അല്ലെങ്കിൽ CPI-ക്കും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കൊടുക്കുന്ന ഒരു മറുപടിയാണ്. രാഹുൽ ഗാന്ധി വയനാടിനെ വഞ്ചിക്കുകയല്ല, സ്വന്തം സഹോദരിയെ ആ മണ്ഡലം ഏൽപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. അത് അടുത്ത ദിവസങ്ങളിൽ ഈ വഞ്ചിച്ചു രാഹുൽ ഗാന്ധി വയനാടിനെ എന്ന് പറയുന്നവരോടുള്ള മറുപടി കൂടിയാണിത്. നേരത്തെ നമുക്കറിയാം, റായ്ബറേലിയിൽ ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ സോണിയാഗാന്ധിയാണ് പ്രചാരണത്തിന് പോയത്. സോണിയാഗാന്ധി അവിടെ ചെന്ന് പറഞ്ഞത്, ഞാൻ എൻ്റെ മകനെ റായ്ബറേലിയിലെ ജനങ്ങൾക്ക് നൽകുകയാണ്, അവനെ അനുഗ്രഹിക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കുന്ന ഘട്ടത്തിൽ അവിടെ സോണിയാഗാന്ധി പോയി പ്രസംഗിച്ചത്. അതേ സമീപനം തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി വയനാട്ടിൽ എടുക്കാൻ പോകുന്നത്. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്തൊക്കെ പ്രിയങ്ക രാഹുലിനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. പലയിടത്തും ഫ്ലെക്സ് ബോർഡുകൾ, രാഹുൽ ഒഴിഞ്ഞാൽ പ്രിയങ്ക വരണം എന്ന ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ യഥാർത്ഥത്തിൽ അവിടെ ഒരു കളമൊരുക്കൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ഇപ്പോൾ CPM അല്ലെങ്കിൽ BJP, ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞു അങ്ങനെയെങ്കിൽ രാഹുൽ ഇവിടെ മത്സരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ നിലയിൽ വയനാടിനെ രാഹുൽ ചതിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നവർക്കുള്ള ഏറ്റവും ശക്തമായ മറുപടിയാണ്, രാഹുൽ അവിടെ നിന്ന് മാറിയാലും അവിടെ മത്സരിക്കുന്നത് പ്രിയങ്കയാണ്. രാഹുലിനെ പോലെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധിയും. ആ മണ്ഡലത്തിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ഒരു റിലേയിൽ ഒരു ബാറ്റൺ കൈമാറി ആ ബാറ്റണുമായി കുതിക്കുന്ന മറ്റൊരു താരത്തെ പോലെ ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ചുമതലപ്പെടുത്തുന്നു എന്നത് അങ്ങേയറ്റം വൈകാരികമായി പോലും അത് കോൺഗ്രസ് നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് അവിടെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു കളമൊരുക്കൽ ഈ തീരുമാനത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഒരു തരത്തിലും അവിടെ പ്രസക്തിയില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഈ തീരുമാനത്തോടെ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നേരത്തെ KPCC അധ്യക്ഷൻ പറഞ്ഞത്, രാഹുൽ വയനാട്ടിൽ നിന്നല്ല ഇന്ത്യയെ നയിക്കാൻ പോകുന്നത്, ഇന്ത്യ മുന്നണിയെ നയിക്കാൻ പോകുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ BJP-യുമായി നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഉത്തർപ്രദേശിൽ നിന്നുകൊണ്ടാവും രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയെ നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വേണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കരുത് എന്ന് രാഹുൽ ഗാന്ധിക്ക് സ്വീകരണം നൽകുന്ന ചടങ്ങിൽ KPCC അധ്യക്ഷൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ നിലയിൽ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ ഗോതയിലേക്ക് വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ആത്മവിശ്വാസത്തോടെ BJP-യെ നേരിടാൻ ഇറങ്ങുമ്പോൾ, ഇങ്ങ് സൗത്തിൽ തെക്കേ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടകമായ കേരളത്തിൽ, കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയായ വയനാട്ടിൽ സഹോദരിയെ രാഹുൽ ഒരു പ്രതിപുരുഷൻ എന്ന മട്ടിൽ, അല്ലെങ്കിൽ തൻ്റെ മുഴുവൻ ചുമതലകളും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സഹോദരിയെ തന്നെ രാഹുൽ വയനാട്ടിലേക്ക് ചുമതലപ്പെടുത്തുന്നു എന്നത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ആവേശമുണ്ടാക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അലയൊലികൾ ഉണ്ടാകും. ദക്ഷിണേന്ത്യയിലാകെ അത് കോൺഗ്രസിന് പ്രചാരണ വിഷയമാക്കാൻ കഴിയും. വടക്കേ ഇന്ത്യയിലാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് നരേന്ദ്രമോദിയും BJP-യുമായി ഫൈറ്റ് നടത്താൻ പറ്റുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യും. അങ്ങനെ പല മാനങ്ങളുള്ള ഒരു സുപ്രധാന രാഷ്ട്രീയ തീരുമാനമാണ് AICC ആസ്ഥാനത്ത് ഈ വൈകുന്നേരം പ്രഖ്യാപിച്ചിരിക്കുന്നത്.